2010 പ്രീപെയ്ഡ് മൊബൈൽ റീചാർജ് അതുപോലെ തന്നെ DTH റീചാർജ് പ്ലാറ്റ്ഫോം എന്ന രീതിയിലാണ് Paytm ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 2014 ഒരു വാലറ്റ് ബിസിനസ് ലോഞ്ച് ചെയ്തു. പിന്നെ 2016 ആയപ്പോഴേക്കും QR കോഡ് പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ നമുക്ക് ഹോട്ടൽ ടിക്കറ്റ് ബുക്കിംഗ്, സിനിമ ടിക്കറ്റ് ബുക്കിംഗ്, അങ്ങനെയുള്ള ബുക്കിംഗ് ഓപ്ഷൻസ് ഒക്കെ Paytm കൊണ്ടുവന്നു. പിന്നെ 2017 ആയപ്പോഴേക്കും Paytm പേയ്മെൻറ്റ്സ് ബാങ്ക് അവർ അവതരിപ്പിച്ചു. പിന്നെ 2017 Paytm ഗോൾഡ് ഓപ്ഷൻസ് ഒക്കെ വന്നു. പിന്നെ 2018 Paytm വെൽത്ത് മാനേജ്മെൻറ്റ് സെക്ഷനായ Paytm മണി അവതരിപ്പിക്കുന്നത്. 2021 ആയപ്പോഴേക്കും വിവിധ ലെൻഡിംഗ് പാർട്ട്നേഴ്സുമായിട്ട് ടൈപ്പായിട്ട് Paytm ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ Paytm വഴി ലോണുകളും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ 2024 ആയപ്പോഴേക്കും Paytmന് കുറേയധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. Paytm പേയ്മെൻറ്റ്സ് ബാങ്കിന് RBIയുടെ ഭാഗത്തു നിന്നും റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ 2024 Paytm അവരുടെ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്ഷൻ സൊമാറ്റോക്ക് സെല്ല് ചെയ്തു. മൂവി ടിക്കറ്റ് ബുക്കിംഗ്, ഈവൻറ്റ് ടിക്കറ്റ് ബുക്കിംഗ്, ആ ഒരു സെക്ഷൻ സൊമാറ്റോക്ക് സെല്ല് ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ 2024 Paytmൽ സംഭവിച്ചു. 2017-18 ആ ടൈമിലൊക്കെയാണ് UPI നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ 2018 സമയത്തേക്ക് ഒരു മാർക്കറ്റ് ലീഡർ എന്ന രീതിയിൽ Paytm ആയിരുന്നു ഉണ്ടായിരുന്നത്. Paytmൻ്റെ അന്നത്തെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്ന 40% ആയിരുന്നു. 2018-2019 ആയപ്പോഴേക്കും മാർക്കറ്റിലേക്ക് ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ വന്നു. ആ ഒരു സമയത്ത് ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ പ്യുവർലി അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് UPI പേയ്മെൻ്റ് ആയിരുന്നു. അപ്പോഴും Paytm ചെയ്തത് UPI ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവർ Paytm വാലറ്റ് ബിസിനസ്സിനായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് അവർക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയത്. ഗൂഗിൾ പേയും ഫോൺ പേയും വന്ന് അവർ UPI മെയിനായിട്ട് ഫോക്കസ് ചെയ്തപ്പോൾ Paytm വാലറ്റും തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പം നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ വാലറ്റൊക്കെ യൂസ് ചെയ്യുന്നവർ വളരെ കുറവാണ്. എല്ലാവരും തന്നെ UPI പേയ്മെൻറ്റാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് മാർക്കറ്റ് ലീഡേഴ്സ്. Paytmന് 2018 40% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിലവിലെ അവരുടെ മാർക്കറ്റ് ഷെയർ വെറും 5% മാത്രമാണ്. 5% ആണെങ്കിലും തേർഡ് പൊസിഷനിലാണ് Paytm ഇപ്പോഴും ഉള്ളത്. മുൻപൊക്കെ ഞാൻ Paytm ഉപയോഗിച്ചിരുന്നു പല ആവശ്യങ്ങൾക്കും. UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ബുക്കിങ്ങുകൾക്കൊക്കെ ആണെങ്കിലും Paytm ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ Paytm അങ്ങനെ ഉപയോഗിക്കാറില്ല. Paytm എൻ്റെ ഫോണിൽ അൺഇൻസ്റ്റാൾഡ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിരുന്നു Paytm ആപ്പിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ Paytmൻ്റെ പുതിയ ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഞാൻ Paytmൻ്റെ ആപ്പ് വീണ്ടും എഗെയിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ യൂസർ ഇൻ്റർഫേസിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. മുൻപ് Paytmൻ്റെ ആപ്പ് ചവർ പോലെ ഇഷ്ടംപോലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു ആപ്പായിരുന്നു. പരസ്യങ്ങളും കുറേയധികം ഓപ്ഷൻസും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ അത്യാവശ്യം മാറ്റമൊക്കെ വന്നൊരു യൂസർ ഇൻ്റർഫേസൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം GPayയിലാണെങ്കിലും ഫോൺ പേയിലൊക്കെ ആണെങ്കിലും സെയിം തന്നെ അവരും അവരുടെ യൂസർ ഇൻ്റർഫേസൊക്കെ ഒന്ന് മിനിമൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഗൂഗിൾ പേയുടെ പുതിയ ആപ്പിനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു, ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം. Paytmലും ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ Paytmൻ്റെ പുതിയ ആപ്പ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. നിങ്ങൾ Paytmൻ്റെ ഒരു റെഗുലർ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് Paytmൻ്റെ ഇപ്പോൾ നിലവിലെ ആപ്പിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. മിനിമലാണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മാത്രമേ ഹോം പേജിലുള്ളൂ. മുമ്പ് ഇവിടെ ചവറ് പോലെ കുറേയധികം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് സ്കാൻ QR കോഡ് ഓപ്ഷനുണ്ട്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അതുവഴി നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ടോപ്പിലായിട്ടും UPI മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ സ്കാൻ ആൻഡ് പേ ആണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് ടു മൊബൈലാണ്. നമുക്കൊരു കോൺടാക്ട് നമ്പർ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ UPI ID വഴിയോ നമുക്ക് ഒരു വ്യക്തിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായി സാധിക്കും. എല്ലാം UPI വഴിയാണ്. പിന്നെ ടു ബാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് മാനേജ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. ആ സെക്ഷനിൽ നമുക്ക് ഫസ്റ്റ് മൊബൈൽ റീചാർജ് ഉണ്ട്, ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാം, ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ EMI പേയ്മെൻറ്റ്, പോസ്റ്റ് പെയ്ഡ് മൊബൈൽ പേയ്മെൻറ്റ്, DTH റീചാർജ്, പിന്നെ വ്യൂ മോർ എടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് LIC ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാം, DTH റീചാർജ് ചെയ്യാം. വ്യൂ ഓൾ എടുത്ത് കഴിഞ്ഞാൽ ലഭ്യമായുള്ള ബാക്കി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും. ട്രാഫിക് ചെല്ലാൻ പേയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പേ ചെയ്യാം, എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ് ചെയ്യാം, NPS കോൺട്രിബ്യൂഷൻ നമുക്ക് പേ ചെയ്യാം, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ടിക്കറ്റ് ബുക്കിംഗ്, ഡൊണേഷൻസ്, അങ്ങനെ കുറേയധികം റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ കാറ്റഗറി ലോഡായിട്ട് വരും. പിന്നെ ഇവരുടെ തന്നെ വെൽത്ത് മാനേജ്മെൻറ്റ് സെക്ഷൻ്റെ ഒരു ഇതാണ് അടുത്തതായിട്ട് വരുന്നത് Paytm മണി. നമുക്കത് വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു Paytm മണിയിലേക്കുള്ള ലോഗിൻ പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം. പിന്നെ സേവിങ് ഗോൾഡ് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നമുക്ക് ഗോൾഡ് റേറ്റ് നമുക്ക് ലൈവ്
ലൈവായിട്ട് അറിയാം. ഇപ്പോൾ 13,214 രൂപയാണ് ഗോൾഡ് പെർ ഗ്രാമിൻ്റെ റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാം, ലംസമായിട്ട് പർച്ചേസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി മന്ത്ലി എന്ന രീതിയിൽ നമുക്ക് SIP എന്ന രീതിയിൽ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാം. പിന്നെ ലോൺ സെക്ഷനാണ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ ഒരു Paytm വിത്ത് ലെൻഡേഴ്സുമായിട്ട് ടൈപ്പായിട്ട് ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. റൂപേ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിവിധ ബാങ്കുകളുടെ റൂപേ ക്രെഡിറ്റ് കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ ആദ്യത്തെ പേയ്മെൻറ്റിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് 2 പേയ്മെൻറ്റിന് അഷ്വേർഡ് 100 rupees ക്യാഷ് ബാക്ക് ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്രയും ബാങ്കുകളുടെ റൂപേ കാർഡ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്ലൈസിൻ്റെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ റൂപേ കാർഡ് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഗോൾഡ് കോയിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് കോയിൻ നേടാം. ഈ ഓരോ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ആ ഒരു കോയിൻ ബാലൻസ് നമുക്ക് റിയൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഗോൾഡ് കോയിൻ കിട്ടുന്ന സിനാരിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് 1% ഗോൾഡ് കോയിൻ ഓൺ എവറി പേയ്മെൻറ്റ്, എവറി സ്കാൻ ആൻഡ് പേ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ട്രാവൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ കോൺടാക്റ്റിലുള്ള ഒരു വ്യക്തിക്ക് ഫണ്ട് അയക്കുമ്പോൾ, ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഗോൾഡ് കോയിൻസ് കിട്ടും. 2% ഗോൾഡ് കോയിനാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്കാൻ ആൻഡ് പേ ചെയ്യുമ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗോൾഡ് കോയിൻസ് കിട്ടും. ആ ഒരു ഗോൾഡ് കോയിൻ ബാലൻസ് നമുക്ക് റിയൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാം. നോർമൽ പേയ്മെൻറ്റ് ആണെങ്കിൽ 1% ഗോൾഡ് കോയിനാണ് ഓഫർ ചെയ്യുന്നത്. റൂപേ കാർഡ് വഴിയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് 2% ഗോൾഡ് കോയിൻ ഓഫർ ചെയ്യുന്നത്. നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അത് സ്ക്രാച്ച് ചെയ്താണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഗോൾഡ് കോയിൻസ് നമുക്ക് കിട്ടുക. 30 ദിവസമാണ് ഒരു സ്ക്രാച്ച് കാർഡിന് വാലിഡിറ്റി. അതിനുള്ളിൽ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് ഗോൾഡ് കോയിൻ നമ്മൾ റിഡീം ചെയ്തിരിക്കണം. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഗോൾഡ് കോയിൻ ബാലൻസ് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട്, അതായത് റിയൽ ഗോൾഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതിനായിട്ട് മിനിമം 1500 ഗോൾഡ് കോയിൻ ഉണ്ടാവണം. 100 ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് ഇക്വലന്റ് 1 രൂപയാണ്. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള, സോ 2% ഗോൾഡ് കോയിൻ കിട്ടുന്നു എന്ന് കരുതി അത്രയും വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കരുത്. അതായത് 1% ഗോൾഡ് കോയിൻ കിട്ടുന്നൊരു പേയ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 10,000 രൂപയുടെ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് 100 ഗോൾഡ് കോയിൻ കിട്ടുകയില്ല. അതായത് 100 ഗോൾഡ് എന്ന് പറയുന്നത് 1 രൂപ. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അവിടെ 1 രൂപയ്ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള റിയൽ ഗോൾഡ് അവിടെ കിട്ടുകയുള്ളൂ. ആ ഒരു കാര്യം ഓർക്കുക. ഇനി റൂപേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേയ്മെന്റ് ആണെങ്കിൽ 10,000 രൂപയുടെ പേയ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2% ഗോൾഡ് കോയിൻ കിട്ടും. അതായത് 200 ഗോൾഡ് കോയിൻ കിട്ടും. അപ്പോൾ 2 രൂപയായിരിക്കും അവിടെ നിങ്ങൾക്ക് റിയൽ ഗോൾഡിന്റെ ബാലൻസ് ആയിട്ട് വരിക. ഈ ഒരു Paytm ഗോൾഡ് കോയിന്റെ വാലിഡിറ്റി 1 വർഷമാണ്. പിന്നെ നമുക്ക് എൻ ചെയ്യാൻ സാധിക്കുന്ന ഗോൾഡ് കോയിന് ലിമിറ്റ് ഉണ്ട്. നമുക്ക് മാക്സിമം പെർ ഡേ 6000 ഗോൾഡ് കോയിൻ വരെയാണ് നേടുവാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ ഒരു മാസം മാക്സിമം 60,000 Paytm ഗോൾഡ് കോയിൻസ് ആണ് നേടുവാനായി കഴിയുക. അതേപോലെ തന്നെ P2P പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഒരു ദിവസം നമുക്ക് 10 P2P പേയ്മെന്റിന് മാത്രമേ നമുക്ക് ഗോൾഡ് കോയിൻ നേടുവാനായിട്ട് സാധിക്കൂ. അതേപോലെ തന്നെ ഒരു മാസം 100 തവണ മാത്രമേ നമുക്ക് ഈ ഒരു ഗോൾഡ് കോയിൻ നേടുവാനായി കഴിയൂ. സോ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു റിവാർഡുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ക്യാഷ് ബാക്ക് ആൻഡ് ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ആണ്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ക്യാഷ് ബാക്ക് കിട്ടി, എത്ര ഗോൾഡ് കോയിൻ കിട്ടി, എത്ര വൗച്ചേഴ്സ് നമുക്ക് കിട്ടി, അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ബ്രാൻഡ് ഡീൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലും ബ്രാൻഡ് ഡീൽസിൽ അട്രാക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് റിഡീം ചെയ്യാനായി സാധിക്കും. പിന്നെ പ്ലേ ആൻഡ് വിൻ എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. ജാക്ക് പോട്ട്സ്, നമ്മുടെ ക്രെഡിറ്റിലൊക്കെ ഉള്ള പോലെ വിധത്തിലുള്ള ജാക്ക് പോട്ട്സും ഡെയിലി സർപ്രൈസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗിഫ്റ്റ് കാർഡ് ഓഫേഴ്സ് വരുന്നുണ്ട്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2% ഓഫ്, 1% ഓഫ്, 15% ഓഫ്, അങ്ങനെ ഗിഫ്റ്റ് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് നമുക്ക് ഗിഫ്റ്റ് കാർഡായിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ Paytm എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് നമുക്ക് അറിയാനായി സാധിക്കും. അങ്ങനെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ വരുന്നത് ട്രാവൽ ആൻഡ് ടിക്കറ്റ് ആണ്. ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അങ്ങനെയുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ലോൺ, ഇൻഷുറൻസ് ആൻഡ് സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അത് നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ഫ്രീ ടൂൾസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു Paytm മണി വഴിയല്ല വേറെ ഏതെങ്കിലും ആപ്പ് വഴിയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് പാനൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ എക്സ്റ്റേണൽ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ ട്രാക്ക് ചെയ്യാം. പിന്നെ നമുക്ക് പോളിസി പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ IRCTC PNR സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ വെഹിക്കിളിന് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം. പിന്നെ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ, അതായത് ഡിജി ലോക്കർ നമുക്ക് ഇതുവഴി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ UPI പേയ്മെൻറ്റ് ആൻഡ് സെറ്റിംഗ്സ് അതിനൊരു സെക്ഷനുണ്ട്. ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്, നമ്മൾ UPIയിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകുന്ന രീതിയിൽ മാൻഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാം. ഓർഡർ ആൻഡ് ബുക്കിംഗ് ആണ്, നമ്മൾ റീചാർജ്, ട്രാവൽ ബുക്കിംഗ് അങ്ങനെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാം. പിന്നെ പ്രൊഫൈൽ മാനേജ്മെൻറ്റ്, പിന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, പിന്നെ റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ് ടു 100 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും നിങ്ങൾ ആരെങ്കിലും Paytmലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. മുൻപത്തെ അപേക്ഷിച്ച് ഈ ഒരു യൂസർ ഇന്റർഫേസ്
ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിലവിൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല ഈ ഒരു ആപ്പിനോട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. പേടിഎമ്മിൻ്റെ പുതിയ ആപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി